അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പല ആളുകളും വഹാബി എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കാറുണ്ട്. വഹാബി എന്ന് വിളിച്ചാൽ നമുക്ക് വിഷമോ ദേഷ്യമോ ഒന്നും വരാറില്ല, സന്തോഷമേ വരാറുള്ളൂ. വഹാബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഒരു അർത്ഥത്തിൽ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനങ്ങളെ അവരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ വഹാബി എന്ന് വിളിക്കുന്നതെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല. മുജാഹിദ് മൗലവിമാരുടെ വീഡിയോകൾ കാണിക്കാറുണ്ട്. അത് അവർ തൗഹീദ് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ അവരുടെ വീഡിയോകൾ എടുത്ത് കാണിക്കുന്നത്. ഇനി സമസ്ത വിഭാഗങ്ങളിൽ EK വിഭാഗം സംസ്ഥയുടെ ഒരു ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു ഞാൻ. ജാറം അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങി ജാറങ്ങളിലൂടെ നടന്നിരുന്ന തുരീഖത്തിൻ്റെ മാർഗത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ്. അവിടെ നിന്ന് സത്യം മനസ്സിലാക്കി ഈ കാണിക്കുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി തിരിച്ചു പോന്ന ദീനുൽ ഇസ്ലാമിലേക്ക്, അഹ്ലുസുന്നയിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വന്ന ഒരു ആളാണ് ഞാൻ. എന്നെ വഹാബി എന്ന് വിളിക്കാറുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഒരു കമൻറ്റിലൊരു സഹോദരൻ അദ്ദേഹം എന്താണ് വഹാബി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ചെയ്തിരുന്നു. അതിന് റീപ്ലൈ കൊടുത്തിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വഹാബി എന്ന് വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ കാണിക്കുന്നത് ആരാണ് വഹാബി, എന്താണ് വഹാബി, അത് ഇത്രയ്ക്ക് മോശപ്പെട്ടൊരു സാധനമാണോ? ഇവർ വഹാബി എന്ന് പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്നൊരു കാലഘട്ടത്തിൻ്റെ മുജദ്ദിദായിരുന്ന ആ ഒരു പണ്ഡിത ശ്രേഷ്ഠൻ്റെ പേരിനോട് ചേർത്താണ്. അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങൾ അതിനോട് യോജിച്ച് നിൽക്കുന്ന ആളുകളെന്ന ഉദ്ദേശത്തിലാണ്. എന്നാൽ അതല്ലാതെ തന്നെ വഹാബി പട്ടം കിട്ടുന്ന പല ആളുകളുണ്ട്. അപ്പോൾ വഹാബി എന്ന് ആരെങ്കിലും വിളിച്ചാൽ ആരും വിഷമിക്കേണ്ടതില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ചേർത്തി കെട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ തെറ്റൊന്നും ചെയ്യാത്ത കാലത്തോളം നമ്മളെന്തിനു വിഷമിക്കണം? ഇനി ഒരു കാര്യത്തിനു കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ആരാണ് വഹാബി, എന്താണ് വഹാബി എന്ന് വിളിച്ചോതുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ ചേർക്കാനുള്ളത്. നീ ഏതാ വകുപ്പ് എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്നവരോടെല്ലാം പറയുന്നു ഞാൻ സുന്നിയാണ്. സുന്നി എന്താണ്, അഹ്ലുസുന്ന വൽ ജമാഅ എന്താണെന്നൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാവും സുന്നി എന്താണ്, സുന്നത്ത് ജമാഅത്ത് എന്താണെന്നുള്ളത്. ഈ ഉപ്പുംചാക്കുമ്മ പഞ്ചസാര എന്ന് എഴുതിയിട്ട് അത് പഞ്ചസാരയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഞാൻ സുന്നിയാണ്, സലഫി ആദർശത്തിൽ ജീവിക്കുന്ന ആളാണ്. എന്താണ് സലഫി ആദർശം? അത് അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ള ആ ഒരു ആദർശം തന്നെയാണ്. അത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന ആദർശം തന്നെയാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ഞാൻ സുന്നിയാണ്, സമസ്തക്കാരനല്ല. ഞാൻ സലഫിയാണ്, മുജാഹിദ് സംഘടനക്കാരനുമല്ല. അപ്പോൾ ഞാൻ ഏതാണെന്ന് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ആരാണ് വഹാബി എന്ന ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അഹമ്മദ് അനസ് മൗലവിയുടെ ഒരു പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് കാണിക്കുന്നത്. കാണുക, മനസ്സിലാക്കുക. ആരാണ് വഹാബി എന്ന് മനസ്സിലാക്കാൻ കഴിയും വീഡിയോയിലേക്ക്. വഹാബി എന്ന് വിളിച്ചവർ ആക്ഷേപിക്കാൻ വന്നവരുടെ മുന്നിൽ വളരെ കൃത്യമായി എഴുന്നേറ്റിരുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻകാന താബിഉ അഹ്മദിൻ മുതവഹിബാ ഫഅനൽ മുഖിറു ബിഅന്നനി വഹാബി. അഹ്മദായ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വഴി അനുധാവനം ചെയ്തതിന്റെ പേരിലാണ് ഞാൻ വഹാബി ആയതെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തതിന്റെ പേരിലാണ് ഞാൻ വഹാബി ആയതെങ്കിൽ, ഫഅനൽ മുഖിറു ബിഅന്നനി വഹാബി, ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ പറയുന്നു ഞാൻ വഹാബിയാണടാ. റസൂലുള്ളാഹിയെ പിൻപറ്റിയതിന്റെ പേരിലാണ് വഹാബി ആയത് എങ്കിൽ ഞാനാണ് ഒന്നാം തരം വഹാബി. അംഫി ശരീക അനിൽ ഇലാഹി ഫലൈസ ലീ റബ്ബുൻ സിവൽ മുതഫർരിദിൽ വഹാബി. ഞാൻ പ്രഖ്യാപിക്കുന്നു, അള്ളാഹുവിന് പുറമെ നീ ഉണ്ടാക്കി വെച്ച ഏത് കൂറുകാരനാണോ, അത് ജാറമാണെങ്കിലും ദർഗയാണെങ്കിലും വലിയാണെങ്കിലും നബിയാണെങ്കിലും ജിന്നാണെങ്കിലും ഏത് തരത്തിലുള്ള ആളാണെങ്കിലും, അംഫി ശരീക അനിൽ ഇലാഹി ഫലൈസ ലീ റബ്ബുൻ സിവൽ മുതഫർരിദിൽ വഹാബി. ഏകനായ വഹാബായ അള്ളയല്ലാത്ത ഒരു ഇലാഹും എനിക്കില്ല. സർവ ശരീക്കുകളെയും ഞാൻ നിഷേധിച്ചു തള്ളുകയാണ്. സർവ്വ ജാറത്തിലെയും സർവ്വ മഖ്ബറകളെയും
സർവ ആരാധിക്കപ്പെടുന്ന മൂർത്തികളെയും ഞാനിതാ നിഷേധിച്ച് എൻ്റെ കൽബിൽ നിന്ന് ആട്ടിയിറക്കുകയാണ് ഞാൻ. ഔഫിശരീക അനിൽ ഇലാഹി ഫലൈസ ലീ റബ്ബുൻ സിവൽ മുതഫർരിദിൽ വഹാബി. ഏകനായ വഹാബായ അല്ലാഹ് മാത്രമേ എൻ്റെ കൽബിലുള്ളൂ. ലാ ഖുബ്ബതൻ തുർജാ വലാ വതനും വലാ ഖബറുൻ ലഹു സബബും മിനൽ അസ്ബാബി. ഒരു കുബ്ബയും അല്ലെങ്കിൽ ഒരു വിഗ്രഹവും ഒരു ഖബറും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തേടിപ്പോകേണ്ടതല്ല. അതേ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാരണവുമായി റബ്ബ് ബന്ധപ്പെടുത്തിയതല്ല. ഒരു മരവുമില്ല, അതുപോലെ തന്നെ ഒരു കല്ലുമില്ല. കല്ല വലാ ശജറും വലാ ഹജറും വലാ ഐനും വലാ നുസുബും മിനൽ അൻസാബി. നാട്ടിവെച്ച ഒരു കുറിമാനവും അവലംബ കേന്ദ്രമായി എനിക്കില്ല. ഒരു കല്ലും മരവും ഇല്ല. ഐലൻ വലസ്തു മുഅല്ലിഖൻ ലിതമീമത്തിൻ ഔ ഹൽഖത്തിൻ ഔ വജഅത്തിൻ ഔ നാബി. എൻ്റെ കഴുത്തിൽ തപ്പിയാൽ, എൻ്റെ അരയിൽ തപ്പിയാൽ, എൻ്റെ കയ്യിൽ തപ്പിയാൽ ഒരു ഐക്കല്ല് കണ്ടെടുക്കാൻ കഴിയില്ല. അതേ, ഊതിക്കെട്ടിയ ഒരു നൂല് കണ്ടെത്താൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒന്നും തന്നെയും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ലിറജാഇ നഫ്ഇൻ ഔ ലിദഫഇ ബലിയത്തിൻ അല്ലാഹു യൻഫഉനി വയദ്ഫഉ മാ ബി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റിത്തരാനും എൻ്റെ ഒരു ബലിയത്തൊരു ബലാ നീക്കിത്തരാനും കഴിയുന്ന ഒരുത്തനെയുള്ളൂ. അല്ലാഹു യൻഫഉനി, അല്ലാഹയാണ് എനിക്ക് ഉപകാരം നൽകുന്നത്. വയദ്ഫഉ മാ ബി, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നീ തട്ടിക്കളയാൻ കഴിവുള്ളവനും അല്ലാഹുവല്ലാതെ വേറെ ഒരു ശക്തിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ റബ്ബിലേക്കല്ലാതെ, ആ ഏക ഇലാഹിലേക്കല്ലാതെ വേറെ ഒരാളിലേക്കും ഞാൻ തിരിയാൻ ഒരുക്കമല്ല. അതിൻ്റെ പേരിൽ ഞാൻ വഹാബിയാകുമെങ്കിൽ, അതിൻ്റെ പേരിൽ ഞാനിതാ തീവ്രവാദിയായി വഹാബി എന്ന് വിളിക്കപ്പെടുമെങ്കിൽ, അതേ ഫഅനൽ മുഖിറു ബി അന്നനി വഹാബി. തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിലും സുന്നത്ത് സ്വീകരിച്ചതിന്റെ പേരിലും വഹാബിയാകാൻ ഞാൻ ഒരുക്കമാണ്. ഈ രൂപത്തിൽ പ്രതിരോധം തീർത്തിട്ടാണ് ഈ പൗരോഹിത്യത്തിന്റെ സർവ്വവിദണ്ഡ വാദങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഈ നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അപ്പോൾ പ്രിയമുള്ളവരെ, ആരാണ് വഹാബി എന്നുള്ളത് മനസ്സിലായി എന്നാണ് കരുതുന്നത്. ഇതാണ് വഹാബി എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിച്ചോളയും. 1 അല്ല 2 അല്ല 3 അല്ല, ഒരു 100 തവണ വിളിച്ചോളിയും വഹാബി എന്ന്. വിഷയമല്ല. കാര്യം ഇവിടെ അനസ് മൗലവി പറഞ്ഞ അതാണ് വഹാബിയെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത്? വിളിച്ചോളിയും വഹാബി എന്ന്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.